പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ക്ലീറ്റസ് കതിർപ്പറമ്പിലച്ചനെ ഓർക്കുന്നുണ്ട്. സെമിനാരിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു തന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെ പച്ചപ്പോടെ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ നിയമത്തിൻ്റെ വാളെടുത്ത് വീശുമ്പോൾ മുന്നിലിരിക്കുന്നവരുടെ ഹൃദയങ്ങൾ മുറിപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. വലിയൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അന്നും എന്നും ഇങ്ങനെ പരമാവധി ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു കാര്യം. നിയമങ്ങളുടെ വാളെടുത്ത് വീശുമ്പോൾ മുന്നിലുള്ളവരുടെ ഹൃദയങ്ങൾ മുറിപ്പെടരുതെന്ന്. ഇന്നത്തെ സുവിശേഷം കർത്താവ് നമ്മളോട് പറയും, നിയമങ്ങളെ അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ഈ പൂർത്തീകരണത്തിന് ഈ സ്നേഹം ആവശ്യമാണ്. ഈ സ്നേഹം കൂടാതെയുള്ള എല്ലാ ഡിസിപ്ലിനറി ആക്ഷൻസും മറ്റുള്ളവരെ മുറിപ്പെടുത്തും, വേദനിപ്പിക്കും. ഒരു സ്നേഹമില്ലാതൊരു കാര്യം ചെയ്യുമ്പോൾ, നിയമങ്ങൾ അനുസരിക്കുമ്പോൾ കാര്യം ശരിയാണ്, അയാൾ പറയണതും ചെയ്യണതും ഒക്കെ ശരിയാണെന്ന്. പക്ഷെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവൻ്റെ അവസ്ഥ എന്താണെന്നും അവർ കടന്നു പോകുന്ന പ്രയാസങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാതെ പോകുമ്പോൾ, അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ നിയമങ്ങളിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ അത് നിയമത്തിൻ്റെ പൂർത്തീകരണം അവിടെ നടക്കുന്നില്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തും. എന്നിട്ട് ഓരോ വചനങ്ങളും എടുത്തു നോക്കിയാൽ ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല. ഇത് നിവർത്തിതമാകാനായിട്ടുള്ള നിയമങ്ങളാണ്. ഇത് അനുസരിക്കേണ്ട നിയമങ്ങളാണ് ഓരോ നിയമങ്ങളും. പക്ഷെ അതിനകത്ത് കുറച്ചുകൂടെയൊക്കെ സ്നേഹം ചേർക്കാമല്ലോ എന്നാണ് കർത്താവ് പറയണത്. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തണേ. അത്രയ്ക്ക് നിയമത്തെ അനുസരിച്ചിരുന്ന മനുഷ്യരാണ്. പക്ഷെ ആ നിയമത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയൊരു സ്നേഹമുണ്ട്, കൂടെയുള്ളവരോടുള്ള കരുതലുണ്ട്, അവരെ ഒന്ന് സഹായിക്കാനായിട്ടുള്ള മനസ്സുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. അവിടെ കർത്താവ് ഫരിസേയരേക്കാൾ കൂടുതലായി, നിയമജ്ഞരേക്കാൾ കൂടുതലായി നിങ്ങൾ നിയമം ജീവിക്കാൻ അതിൽ സ്നേഹം കൂടി കലർത്താനായിട്ട് ഓർമ്മപ്പെടുത്തും. ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ഇത്രയും നാള് കൊലപാതകം ചെയ്യാതിരുന്നതിൻ്റെ കാരണം ഞാൻ നരകത്തിൽ പോകുന്നുള്ളതായിരുന്നു. എന്നാൽ ഇനി ഞാനത് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ സഹോദരനോട് എനിക്ക് വെറുപ്പ് ഇല്ലാതെ ജീവിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇനി കൊലപാതകം ഇല്ലാതാവുന്നതിൻ്റെ കാരണം എനിക്ക് സഹോദരനോട് വെറുപ്പില്ല. അവനെ ദ്വേഷിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പറയണേ. ഈ സ്നേഹത്തിലേക്കൊന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നവൻ പാപം ചെയ്യുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ, സ്നേഹപൂർവം നോക്കുന്ന കണ്ണുകളിൽ ഈ പറഞ്ഞ വിശുദ്ധമായ സ്നേഹത്തിന് പകരം ആസക്തി നിറയുമ്പോൾ അത് പാപമായിട്ട് മാറുന്നുവെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്നേഹം വരട്ടെ. ഓരോ നിയമങ്ങൾക്ക് മുൻപിലും നിങ്ങളുടെ ഓരോ പ്രവൃത്തികൾക്ക് പിന്നിലും ഈ ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കട്ടെ. തമ്പുരാനെ, ആ സ്നേഹം കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നിയമങ്ങളൊക്കെ പാലിക്കാനുള്ളതാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സങ്കീർത്തനത്തിൽ, പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കും, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവൻ, ഇതൊക്കെ പാലിക്കാനായിട്ടുള്ള നിയമങ്ങളാണ്. അതെന്ത് സ്ഥാപനങ്ങളിലാണെങ്കിലും, അതിപ്പോൾ പള്ളിയിലാണെങ്കിലും, ജീവിതത്തിലാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ പാലിക്കാനുള്ളതാണ്. ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പാലിക്കേണ്ട കാര്യങ്ങളാണ്. കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവൻ ഭാഗ്യവാനാണ്. എന്നിട്ട് ഒന്നാമത്തെ വായനയിലേക്കൊന്ന് പോകണം. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ഇത്
നിയമങ്ങൾ എതിർക്കപ്പെടാനുള്ളതും തകർക്കപ്പെടാനുള്ളതുമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കർത്താവ് പറയാണ്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും. ഈ കൽപ്പനകൾ നിന്നെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുപോകും. നിൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ നന്മയും തിന്മയും ജീവനും മരണവും ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്. അതാ നിൻ്റെ മുൻപിൽ അഗ്നിയും ജലവും അവിടുന്ന് വെച്ചിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നിയമം പാലിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് നമ്മുടെ തീരുമാനമാണ്. പക്ഷേ അത് പാലിക്കുന്ന ഒരാളിലേക്ക് സ്വർഗത്തിൻ്റെ അനുഗ്രഹം, വിശ്വസ്തതാപൂർവം പ്രവർത്തിച്ചാൽ നീ ഭാഗ്യവാനാകും എന്ന വചനം പറയണേ. നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ഇത് വെറുതെ തെറ്റിക്കാനുള്ളതല്ല, നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. പക്ഷേ അത് വെറുതെ സാധാരണ മനുഷ്യർ പാലിക്കുന്നത് പോലെയല്ല, ഉള്ളിൽ സ്നേഹം കൂടെ ചേർത്ത് വെച്ചിട്ടൊന്ന് പാലിച്ചു തുടങ്ങണം. അതാണ് ക്രിസ്ത്യാനി, അതാണ് ക്രിസ്തുവിനെ അറിഞ്ഞവൻ, അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. സ്നേഹത്തോടു കൂടെ നിങ്ങൾ നിയമങ്ങൾ പാലിച്ചു നോക്ക്. നിങ്ങൾക്ക് ബർഡൻ തോന്നില്ല, ഭാരമായിട്ടത് അനുഭവപ്പെടില്ല. ഓരോ നിയമങ്ങളും നമ്മളെ ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുന്നതിനും നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം നിറയ്ക്കുന്നതിനുമൊക്കെ കാരണമാകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് സ്നേഹത്തോടെ അതിനെ സമീപിക്കാൻ നോക്ക്. പള്ളിയിലായാലും വീട്ടിലായാലും സ്കൂളിലായാലും രാജ്യത്തിൻ്റെ ആയാലും തലയിൽ ഹെൽമറ്റ് വയ്ക്കുന്നത് ബേർഡനാണ് ശരിക്കും. പക്ഷേ അത് സ്നേഹപൂർവ്വം അതിൻ്റെ ഉള്ളിലെ കാര്യകാരണങ്ങളൊന്ന് ഓർത്തെടുത്ത് പൂർണ്ണ മനസ്സോടെയൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ഭാരമല്ല, അതൊരു സംരക്ഷണ കവചമായി മാറുന്നത് കണക്ക് ഉള്ളിൽ സ്നേഹം നിറയ്ക്കുക. ഉള്ളിൽ സ്നേഹം നിറച്ചിട്ട് നിയമങ്ങൾ പാലിച്ചു തുടങ്ങുക. ആ നിയമങ്ങൾ പാലിക്കുമ്പോൾ അതിനകത്ത് മറ്റുള്ളവരുടെ വേദന വരാത്ത വിധത്തിൽ, മറ്റുള്ളവർക്ക് മുറിവുണ്ടാവാത്ത വിധത്തിൽ ആ നിയമങ്ങളെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക. കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവെ, വെറുതെ നിയമങ്ങൾ പാലിക്കുന്നവരല്ല, നേരെ മറിച്ച് സ്നേഹപൂർവം കർത്താവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കണം. അതല്ലെങ്കിൽ ഒരാൾക്ക് എപ്പോഴും പരാതി പറയാനേ ഉണ്ടാവുള്ളൂ. ഈ പദവാരവും മറ്റ് ദശാംശങ്ങളൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞൊരു നിയമമുണ്ടല്ലോ, അത് ദശാംശം എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ അത് പദവാരവും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് അത് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എതിർക്കാം. അതങ്ങനെയല്ലല്ലോ, എന്തിനാണ് ഞങ്ങളുടെ പൈസ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നതെന്നൊക്കെ സ്നേഹമില്ലാത്തൊരാൾ ചോദിക്കും. എന്നാൽ ഈ മനുഷ്യരോട്, ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരോട്, ദൈവത്തിന് വേണ്ടിയിട്ട് കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരോട്, കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരോട് ഒരിത്തിരി ആദരവും സ്നേഹവും ഒക്കെ ഉള്ളിൽ നിറഞ്ഞാൽ പിന്നെ പരാതിയില്ല, ചോദ്യം ചെയ്യലുകളില്ല. ഇത് ഒരു ഉദാഹരണമായിട്ട് മാത്രം എടുത്താൽ മതി. ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. ആ കർത്താവിനോട് സ്നേഹവും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പിന്നെ ചോദ്യവും പറച്ചിലുകളും, മറ്റ് ദൈവത്തെ ആരാധിച്ചാൽ എന്താണെന്നുള്ള ചോദ്യമില്ല. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള കൽപ്പന കർത്താവ് നമ്മുടെ മുൻപിൽ വയ്ക്കുമ്പോൾ ഇത് അവരുടെ എന്ത് കുറ്റവും കുറവും നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ ക്ഷമിച്ചിട്ട് അവരെ ആദരിക്കാനായിട്ട്, അവർക്ക് കുറ്റമുണ്ടെന്നേ, അവർക്ക് കുറവുകളുണ്ട്, എല്ലാം ഉണ്ട്. അവർ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷേ അവരോടുള്ള സ്നേഹം ഉണ്ടെങ്കിലോ ഈ നിയമം പോലും വേണ്ട, നമുക്ക് കൽപ്പനകൾ പോലും വേണ്ട ശരിക്കും ആ മാതാപിതാക്കന്മാരെ ഇങ്ങനെ ആദരിക്കാനായിട്ട്, ബഹുമാനിക്കാനായിട്ട്. അതുകൊണ്ട് കർത്താവ് തരുന്ന അവസാനത്തെ ഒരു കൽപ്പനയുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. ഈ സ്നേഹം ചേർത്ത് വെച്ചിട്ട് കൽപ്പനകൾ ജീവിക്കാൻ തന്നെയാണ് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ ഞങ്ങളെ അതിനെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിച്ചു സ്വർഗത്തിന്റെ വിശുദ്ധമായ സ്നേഹാശീർവാദത്തിനായി നമുക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ കൽപ്പനകളുടെയും മുകളിൽ അവിടെ നിന്ന് നൽകിയ ഒരൊറ്റ കൽപ്പന, നിങ്ങളെ സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അപ്പോൾ കൽപ്പനകൾ നമുക്ക് ഭാരമാവില്ല, നമ്മൾ മറ്റുള്ളവരുടെ മേൽ ഭാരമേറ്റില്ല. കർത്താവെ, ആ സ്നേഹത്തോടെ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ എന്ന വലിയ അപേക്ഷയോടെ നമുക്ക് വിശ്രമത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.